തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തം കൊലപാതകം തന്നെയെന്ന് പോലീസ്. കൃത്യം നടത്തിയത് ബിനുകുമാർ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. പെട്രോളിൻ്റെയോ മണ്ണെണ്ണയുടെയോ സാന്നിധ്യമുണ്ട് എന്നാണ് ഫോറൻസിക് പരിശോധനയിൽ തെളിയുന്നത്. പെട്രോൾ കൊണ്ടുവന്നതെന്ന് കരുതുന്ന കുപ്പിയും പോലീസ് കണ്ടെത്തി. DNA പരിശോധനാ ഫലം ഇനി വരാനുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഇന്ന് നട്ടുച്ചയ്ക്കാണ് പാപ്പനംകോട് കവലയിൽ ഒരു ഇൻഷുറൻസ് സ്ഥാപനത്തിൽ അഗ്നിബാധയുണ്ടാകുന്നത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നൊന്നും വിവരം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ വിവരം ലഭിക്കുന്നത് ഈ ജീവനക്കാരുടെ ഭർത്താവ് തന്നെ ആസൂത്രിതമായ കൊലപാതകം നടത്തി എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിയോട് കൂടിയായിരുന്നു പാപ്പനംകോട് ജംഗ്ഷന് സമീപമുള്ള ഒരു ഇൻഷുറൻസ് ഫ്രാഞ്ചൈസിയിൽ തീപിടുത്തം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ AC-യിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് വഴി സ്ഥാപനത്തിൽ തീപിടിച്ചു എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇലക്ട്രിക് വിദഗ്ധരും KSEB-യിലെ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ വിദഗ്ധരും അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടുകളൊന്നും സംഭവിച്ചില്ല, മെയിൻ സ്വിച്ച് ട്രിപ്പായില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് അവിടെ നടത്തിയ പരിശോധനയിൽ മണ്ണെണ്ണയുടെയോ പെട്രോളിന്റെയോ സാന്നിധ്യം കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ കൃത്യം നടത്തിയത് യുവതിയുടെ ഭർത്താവായിട്ടുള്ള ബിനുകുമാർ ആണെന്നാണ് പോലീസ് ഇപ്പോൾ അവസാനമായിട്ട് ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. പാപ്പനംകോട് തീപിടുത്തത്തിൽ യുവതി മരിച്ച സംഭവം കൊലപാതകം തന്നെയെന്ന സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. പെട്രോൾ പെട്രോളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീപിടുത്തത്തിന് ഉപയോഗിക്കുന്ന മണ്ണെണ്ണയോ കൊണ്ടുവന്നിട്ടുള്ള കുപ്പിയും കണ്ടെത്തിയതായിട്ട് പോലീസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തീപിടുത്തം നടന്ന ഈ സ്ഥാപനത്തിനകത്ത് നിന്ന് ഒരു കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചതിനു ശേഷം, അതായത് ഈ വൈഷ്ണവിയെ കുത്തി പരിക്കേൽപ്പിച്ചതിനു ശേഷം ഇത്തരത്തിൽ തീ കൊളുത്തിയതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അവിടെ വന്ന കസ്റ്റമർ ആണെന്നാണ് പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. പിന്നീടാണ് ഇത്തരത്തിൽ ഈ അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇയാൾ, അതായത് ബിനുകുമാർ, അവിടെ എത്തി യുവതിയുമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടതായിട്ടൊരു ദൃക്സാക്ഷിയിൽ നിന്നും വിവരം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ദിവസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ ഇയാൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നുവെന്നും കരുതപ്പെടുന്നു. നരിവാമൂട് സ്വദേശിയായ ബിനുകുമാറാണ് ഈ കൃത്യം ചെയ്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും പുരുഷന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ സഹോദരിയും മറ്റുമൊക്കെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയെങ്കിലും ഇയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ മൊബൈൽ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. എന്തായാലും DNA പരിശോധനയുടെ ഫലം വരാനുണ്ട്. DNA പരിശോധനയുടെ ഫലം ലഭിച്ചതിനു ശേഷം മാത്രം ഇത്തരത്തിൽ ബിനുകുമാർ ആണെന്നുള്ളൊരു അവസാനഘട്ട സ്ഥിരീകരണത്തിലേക്ക് പോകാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഈ ഇന്ന് നട്ടുച്ചയോടുകൂടി നഗരത്തിൽ നടന്ന തീപിടുത്തം കൊലപാതകമാണെന്നാണ് ഇപ്പോൾ പോലീസ് നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇനി DNA പരിശോധനയുടെ ഫലം കൂടി വരാനുണ്ട്. വിനോദ്, ടിൻഡു, അതേപോലെ തന്നെ ഈ ദമ്പതികൾക്ക് ഇവർക്ക് മക്കൾ വല്ലതുമുണ്ടോ? ആ വിവരങ്ങൾ വല്ലതും പോലീസ് ലഭിക്കുന്നുണ്ടോ? ഇവർ തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചയുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നിലനിന്നിരുന്നോ? അത്തരം പരാതികളോ വല്ലതും നേരത്തെ ഉണ്ടായിരുന്നോ? പോലീസ് അതെന്തെങ്കിലും സ്ഥിരീകരിക്കുന്നുണ്ടോ? ടിൻഡു ദാസ്. വിനോദ്, വൈകുന്നേരത്തോടു കൂടി ലഭിക്കുന്ന വിവരമനുസരിച്ച് ബിനുകുമാറും ഇത്തരത്തിൽ ഈ വൈഷ്ണവിയും കഴിഞ്ഞ 4 വർഷമായിട്ട് പിരിഞ്ഞു താമസിക്കുകയാണ്. ഇവരുടെ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്, കുടുംബ കോടതിയിൽ നടക്കുന്നുണ്ട്. 2 മക്കൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇയാൾ നിരന്തരം വൈഷ്ണവിയെ ഇത്തരത്തിൽ വീടെടുത്ത്, അതായത് വാടക വീട്ടിലേക്ക് മാറി താമസിക്കാനായിട്ട് വിളിക്കുമെന്നായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ തമ്മിൽ നിരന്തരം ഇത്തരത്തിലുള്ള സ്വരച്ചേർച്ചയും അതോടൊപ്പം തന്നെ അടിയും വഴക്കുമൊക്കെ ഉണ്ടാകും, തർക്കമൊക്കെ ഉണ്ടാകും. അത് ഇത്തരത്തിൽ ദൃക്സാക്ഷികൾ കണ്ടിട്ടുമുണ്ട്. എന്തായാലും ഇന്ന് എന്താണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ട് ബിനുകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുക എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പാപ്പനംകോടാണ് പട്ടാപ്പകൽ ഇന്ന് ഇൻഷുറൻസ് കമ്പനിയിലെ ജോലിക്കാരിയെ ഇത്തരത്തിൽ പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് ഭർത്താവ് തന്നെ എന്ന് സ്ഥിരീകരണം വരുന്നു. മരിച്ചതും ഭർത്താവാണ്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.